വെടിനിർത്തലുകളും സമാധാന ചർച്ചകളും ഒരു വലിയ വിപത്തിന്റെ മറപിടിച്ചുള്ളതാണോ? റേ ഡാലിയോ എന്ന വിഖ്യാത സാമ്പത്തിക വിദഗ്ധന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് അത്തരമൊരു ഭീതിയിലേക്കാണ്. നാം നിലവിൽ കടന്നുപോകുന്നത് കേവലം പ്രാദേശികമായ തർക്കങ്ങളിലൂടെയല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ ആവർത്തിക്കുന്ന വലിയൊരധികാരമാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ലോകമഹായുദ്ധം എന്നത് ഒരു വിദൂര സാധ്യതയല്ല, മറിച്ച് നാം ഇപ്പോൾ തന്നെ അതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഡാലിയോ പങ്കുവയ്ക്കുന്നത്. ഡാലിയോയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇന്നത്തെ ലോകം ഒറ്റപ്പെട്ട സംഘർഷങ്ങളുടെ സമാഹാരമല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന യുദ്ധങ്ങളുടെ ഒരു സങ്കീർണ ശൃംഖലയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ-ഗാസ-ലെബനൻ സംഘർഷങ്ങൾ, യമൻ-സൗദി അറേബ്യ ഏറ്റുമുട്ടലുകൾ, അമേരിക്ക-ഇറാൻ തർക്കം, ഇവയെല്ലാം ഒരേ വലിയ ഭൗമരാഷ്ട്രീയ കളിയുടെ ഭാഗങ്ങളാണെന്നാണ് അദ്ദേഹം കാണുന്നത്. മുൻകാല ലോകമഹായുദ്ധങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്ന അതേ രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നതെന്നും, അതുകൊണ്ടുതന്നെ ഈ കാലഘട്ടം ചരിത്രപരമായി വളരെ നിർണായകമാണെന്നും ഡാലിയോ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വിലയിരുത്തലിന്റെ അടിത്തറയാണ് അദ്ദേഹത്തിന്റെ വലിയ ചക്രം എന്ന സിദ്ധാന്തം. ചരിത്രം സ്ഥിരമായി മുന്നേറുന്ന ഒന്നല്ല, മറിച്ച് ആവർത്തിക്കുന്ന ചക്രങ്ങളിലൂടെയാണ് നീങ്ങുന്നതെന്നാണ് ഡാലിയോ വിശ്വസിക്കുന്നത്. ഈ ചക്രങ്ങളിൽ ഒരു ഘട്ടത്തിൽ സാമ്പത്തിക വ്യവസ്ഥകൾ തകരുകയും രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിക്കുകയും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ലോകം അതേ ഘട്ടത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. ശക്തമായ രാജ്യങ്ങൾ ക്രമേണ ദുർബലമാകുകയും ഉയർന്നുവരുന്ന ശക്തികൾ അവരുടെ സ്ഥാനത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഡാലിയോ വിശദീകരിക്കുന്ന ക്രമം വളരെ വ്യക്തമാണ്. ആദ്യം സാമ്പത്തിക യുദ്ധങ്ങൾ ആരംഭിക്കുന്നു. ഉപരോധങ്ങൾ, വ്യാപാര നിയന്ത്രണങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ. തുടർന്ന് സഖ്യങ്ങൾ ശക്തമാകുന്നു. ലോകം വ്യത്യസ്ത ബ്ലോക്കുകളായി വിഭജിക്കപ്പെടുന്നു. അതിനുശേഷം പ്രോക്സി യുദ്ധങ്ങൾ വർദ്ധിക്കുന്നു. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് പകരം മറ്റു രാജ്യങ്ങളിലൂടെ യുദ്ധം നടക്കുന്നു. അവസാനം ഈ സംഘർഷങ്ങൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്ന ഘട്ടത്തിലേക്ക് ലോകം കടക്കുന്നു. ഡാലിയോയുടെ വിലയിരുത്തൽ പ്രകാരം ലോകം ഇതിനകം തന്നെ ഈ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം സാമ്പത്തിക സമ്മർദ്ദങ്ങളും വലിയ പങ്ക് വഹിക്കുന്നു. കടബാധ്യതകൾ വർദ്ധിക്കുന്നത്, സാമ്പത്തിക അസമത്വം ഉയരുന്നത്, സർക്കാരുകൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്, ഇതെല്ലാം ഒരു വ്യവസ്ഥ സമ്മർദ്ദത്തിലാണെന്നതിന്റെ ക്ലാസിക് ലക്ഷണങ്ങളാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധങ്ങളെ ധനസഹായം നൽകാൻ സർക്കാരുകൾ നികുതികൾ ഉയർത്തുകയും പണം അച്ചടിക്കുകയും സാമ്പത്തിക നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയും ചെയ്യുന്നതാണ് ചരിത്രത്തിൽ പതിവ്. ചില സാഹചര്യങ്ങളിൽ വിപണികൾ പോലും അടച്ചുപൂട്ടപ്പെടാം എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. ഇറാൻ സംബന്ധമായ നിലവിലെ സംഘർഷം ഈ വലിയ ചക്രത്തിലെ ഒരു ഘട്ടം മാത്രമാണെന്നും അത് ലോകക്രമത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമാണെന്നും ഡാലിയോ വിലയിരുത്തുന്നു. അമേരിക്ക ഈ സംഘർഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് സൈനിക ശക്തിയുടെ വിന്യാസം, സാമ്പത്തിക വിഭവങ്ങളുടെ ഉപയോഗം, സഖ്യകക്ഷികളുമായി ബന്ധം എന്നിവയെല്ലാം തന്നെ ഭാവിയിലെ ലോകക്രമത്തെ നിർണയിക്കും. അതിനാൽ തന്നെ ഈ യുദ്ധം ഒരു പ്രാദേശിക പ്രശ്നമെന്നതിലുപരി ആഗോള ശക്തി സന്തുലിതാവസ്ഥയെ മാറ്റുന്ന ഘടകമായി മാറുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിജയികളും പരാജയപ്പെട്ടവരും വ്യക്തമായി രൂപം കൊള്ളുന്നുവെന്ന് ഡാലിയോ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചൈനയും റഷ്യയും ഈ സംഘർഷങ്ങളിൽ നിന്ന് ആപേക്ഷികമായി ശക്തരായി ഉയർന്നുവരുന്നു. മറുഭാഗത്ത് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും നിരവധി മുന്നണികളിൽ ഒരേ സമയം നേരിടുന്ന സമ്മർദ്ദങ്ങൾ കാരണം ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. അധികമായി വ്യാപിച്ച ശക്തികൾക്ക് ഒരേ സമയം പല യുദ്ധങ്ങളും വിജയകരമായി നടത്താൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം അമേരിക്കയുടെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള ഗൗരവമായ മുന്നറിയിപ്പാണ്. ഡാലിയോയുടെ വാക്കുകളിൽ ഏറ്റവും ശക്തമായ സന്ദേശം ഇതാണ്: ലോകക്രമം തന്നെ മാറുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ആഗോള വ്യവസ്ഥ ക്രമേണ ക്ഷയിക്കുകയും അതിനു പകരം ശക്തി അടിസ്ഥാനമാക്കിയ പുതിയൊരു ക്രമം ഉയർന്നുവരികയും ചെയ്യുന്നു. ഇത് കൂടുതൽ സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വത്തിനും വഴിവെക്കുന്നു. ഡാലിയോയുടെ ഈ മുന്നറിയിപ്പ് ഒരു നിർണായക സത്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇറാൻ യുദ്ധം അവസാനമല്ല, മറിച്ച് തുടക്കമാണ്. ലോകം ഇപ്പോൾ കടന്നുപോകുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ്. അവിടെ സംഘർഷങ്ങൾ കുറയുന്നതല്ല, മറിച്ച് കൂടുതൽ ശക്തമാകുന്നതാണ് സാധ്യത. ഈ വലിയ ചക്രം എവിടെയാണ് അവസാനിക്കുക എന്നത് ആരും ഉറപ്പിച്ചു പറയാനാവില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: അടുത്ത കാലഘട്ടം ലോകത്തിന് കൂടുതൽ സംഘർഷങ്ങളും വലിയ മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്.